വിദ്യാർത്ഥികൾ ഏവരും വലിയ ആകാംക്ഷയോടെ കാത്തിരുന്ന ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡ് എക്സാം അങ്ങനെ സമാപിച്ചിരിക്കുകയാണ്. മലയാള മനോരമയും ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററും സംയുക്തമായി നടത്തിയ ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡ് വലിയ വിജയമായി മാറുകയാണ് ഉണ്ടായത്. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് BSO എക്സാമിന്റെ ഭാഗമായത്. BSO ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 10,000-ലധികം വിദ്യാർത്ഥികൾ കേരളത്തിലെ 50ഓളം സെന്ററുകളിലും കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരിലും ഇന്ത്യക്ക് വെളിയിൽ ദുബായിലും ഖത്തറിലുമായി BSO സെക്കൻഡ് സ്റ്റേജ് എക്സാം എഴുതുകയുണ്ടായി. ഇനി കാത്തിരിപ്പിന്റെ ഏതാനും ദിവസങ്ങൾ മാത്രം. രാജ്യം ഉറ്റുനോക്കിയ സയൻസ് ഒളിമ്പ്യാഡിൽ ഉന്നത വിജയം നേടിയ വിജയികളെ ആദരിക്കാൻ പാലാ മുത്തോലിയിലെ ബ്രില്യൻറ്റ് ഡയമണ്ട് ബ്ലോക്ക് ഓഡിറ്റോറിയം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജനുവരി 11 ഞായറാഴ്ച BSOയുടെ വിക്ടറി ഡേ. അത് വെറും ചടങ്ങല്ല, ശാസ്ത്ര പ്രതിഭകളുടെ ഒരു മഹാസംഗമം തന്നെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. ഭരണ, സാമൂഹിക, വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ആ വേദിയിൽ അണിനിരക്കുന്നത്. പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസ് മുഖ്യാതിഥിയായി എത്തി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. പാലായുടെ പ്രിയപ്പെട്ട MLA മാണി C കാപ്പൻ, രാജ്യസഭാ MP ജോസ് K മാണി, കോട്ടയം ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ IAS, സുരക്ഷാ മേഖലയിലെ കരുത്തുറ്റ സാന്നിധ്യമായ വിനോദ് കുമാർ IPS, കൂടാതെ കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് P പുനൂസ്, മലയാള മനോരമ വൈസ് പ്രസിഡന്റ് വർഗീസ് ചാണ്ടി. ഇത്രയും പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ആ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ അത് ആ കുട്ടികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷമായി മാറും എന്നതിൽ ഒരു സംശയവുമില്ല. ബ്രില്യൻറ്റ് എന്ന പേര് വിദ്യാഭ്യാസ ലോകത്തെ വിജയത്തിന്റെ പര്യായമാണ്. റിസൾട്ടുകളുടെ പെരുമഴ തീർക്കുന്ന ഈ സ്ഥാപനത്തിൽ തങ്ങളുടെ മക്കളെ എത്തിക്കുക എന്നത് ഏതൊരു മാതാപിതാക്കളുടെയും സ്വപ്നമാണ്. ആ സ്വപ്നത്തിന് നിറം പകരാൻ പുതിയൊരു കാലം രചിക്കാൻ ടീം ബ്രില്യൻറ്റ് സർവ്വസജ്ജമാണ്. അറിവിന്റെ കൊടുമുടികൾ കീഴടക്കാൻ പോകുന്ന ഈ കൊച്ചുമിടുക്കർക്ക് നമുക്ക് ആശംസകൾ നൽകാം. ശാസ്ത്രലോകത്തെ നാളത്തെ വാഗ്ദാനങ്ങൾ അണിനിരക്കുന്ന ഈ മഹാസംഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങളേവരെയും സ്വാഗതം.